പറയാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്? എന്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം? അതെന്താണ്? അല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തിടെ സോഷ്യൽ മീഡിയയെ ആകപ്പാടെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇതിനെക്കുറിച്ചിട്ട് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. രഞ്ജിത്തിൻ്റെ അറസ്റ്റും അതിനെക്കുറിച്ചിട്ട് വെളിപ്പെടുത്താത്ത സത്യങ്ങളുമൊക്കെ ധാരാളം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു സംവിധായകൻ രഞ്ജിത്തിൻ്റെ അറസ്റ്റ്. എന്നാൽ പലർക്കും ഇതൊരു വലിയ അത്ഭുതമേ ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നിരവധി ആരോപണങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലെ ഒരു കാര്യം എന്താ നോക്കുമെങ്കിൽ victim was highly traumatized. Okay, so it was a shock to the victim. So അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പോഴാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിലും അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത് അവിടുത്തെ ആഭ്യന്തര സമിതികൾ ഉണ്ടാവുമല്ലോ വർക്കിംഗ് പ്ലേസിലെ ICCക്ക് പരാതി കൊടുത്തതായിട്ട് അറിവുണ്ടോ? അല്ല, അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ എപ്പൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ ഇത് ഈ സ്ഥലത്തിൽ നിൽക്കാൻ പോകുന്ന കേസ് പറയുന്നത്. ഇയാൾക്ക് കാരവാനിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പുറത്ത് കാവലിൽ നിന്നൊന്നും പറയുന്നത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്പൊ ഒന്നും പറയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറഞ്ഞെങ്കിലും അത് ഈ അന്വേഷണത്തിൽ കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? ഒരു യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കാരവാനിലെ അതിക്രമം ഇതാണ് ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം നിൻ്റെ. അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് പിന്നെ താജിലുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകൂടെ ആണല്ലോ. അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനെ. 2025 ജൂണിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. നടി വസ്ത്രം മാറുവാൻ കാരവാനിലേക്ക് പോയപ്പോൾ രഞ്ജിത്ത് പിന്നാലെ ചെന്ന് വാതിലടച്ച് മോശമായിട്ട് പെരുമാറി എന്നതാണ് പരാതി. ഈ സംഭവത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് മറ്റൊരു നടി ഈ സമയത്ത് കാരവാനിൻ്റെ പുറത്ത് കാവൽ നിന്നു എന്നൊരു ആരോപണമാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടക്കുമ്പോൾ മറ്റൊരു സ്ത്രീ അതിന് ഒത്താശ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ അറസ്റ്റ് വൈകാനുള്ള കാരണം? സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അറിയില്ലേ പറഞ്ഞു
കണ്ടെന്നാണല്ലോ പറഞ്ഞു. ഇല്ല, അവരെൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അവിടെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് മനസ്സും തമ്മിൽ ഒന്നിച്ച് അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. അതിലൊരു കുട്ടി ജനിച്ചു. ഈ സമയത്താണ് ഭാര്യ അറിയുന്നത്. ഭാര്യ ആകെ പ്രശ്നമായി. പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി. കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി. രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അവസാനം എന്തായി? രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞ മറ്റൊരു ഡോണറുടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ചെയ്തത്. രഞ്ജിത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും സിനിമയിലെ പിടിപാടുമാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിച്ച ശേഷം രക്ഷപ്പെടാൻ പുള്ളിക്കാരന് വഴിയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോലീസ് നീങ്ങിയത്. അറസ്റ്റ് ചെയ്യുമ്പോഴും യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. അപ്പോൾ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവുമോ? പിന്നെ ബിക്കോസ് ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. സൊസൈറ്റിന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞങ്ങൾ ആരാണ്, എന്റെ കുടുംബത്തിനറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് മൈ. രഞ്ജിത്തിനെതിരെ മുൻപും സമാനമായിട്ടുള്ള ധാരാളം പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ബംഗാളി നടിയോട് മോശമായിട്ട് പെരുമാറിയെന്നും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഗ്നചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചതും വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. തൻ്റെ ഗേൾ ഫ്രണ്ടിന് കാണിക്കാനാണ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ചിത്രങ്ങൾ എടുത്തതെന്ന് ആ വ്യക്തി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിലാണ് നടി രേവതിയും രേവതിയുടെ പേരും ചർച്ചകളിലേക്ക് വരുന്നത്. രഞ്ജിത്തും നടി രേവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും അത് രഞ്ജിത്തിൻ്റെ കുടുംബജീവിതത്തെ ബാധിച്ചിരുന്നു എന്നും പല ഗോസിപ്പുകളും ആയിടെ പ്രചരിച്ചിരുന്നു. രഞ്ജിത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് രേവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതും ഇവിടെ പരാമർശത്തിന് ഇടവരുത്തി. അതുപോലെ തന്നെ നമ്മൾക്കറിയാമല്ലോ, ഒടുവിൽ ഉണ്ണികൃഷ്ണനോടുള്ള ആ ഒരു പെരുമാറ്റം വലിയൊരു വിവാദമായിട്ട് തന്നെ മാറിയൊരു സംഭവമായിരുന്നു. എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഞാൻ. സ്ത്രീകളോട് മാത്രമല്ല മുതിർന്ന സഹപ്രവർത്തകരോടും രഞ്ജിത്ത് മോശമായിട്ട് പെരുമാറി എന്നതിനുള്ള തെളിവാണ് അന്തരിച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ടായ അനുഭവം. 6-ാം തമ്പുരാൻ സെറ്റിൽ വെച്ചൊരു തമാശ പറഞ്ഞതിന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ചെവിക്കല്ല് രഞ്ജിത്ത് അടിച്ചു എന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം ആ വ്യക്തിയെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നു. അധികാരവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും രക്ഷപ്പെടാം എന്ന് കരുതുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് ഈ അറസ്റ്റ് എന്നും
ചെയ്ത തെറ്റുകളുടെയൊക്കെ ഫലം വൈകിയാണെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നതിനുള്ള ഉദാഹരണമാണ് ഈ സംഭവം എന്നും ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നുണ്ട്. രഞ്ജിത്ത് വെറുമൊരു സംവിധായകൻ മാത്രമല്ല, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ വലിയ ഭരണസ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ 2025 നടന്ന ഈ സംഭവത്തിൽ ഉടനടി നടപടി ഉണ്ടാകാതിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണമാണെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. അപ്പോൾ LDF സർക്കാരുമായിട്ടുള്ള അടുത്ത ബന്ധവും SFI പശ്ചാത്തലവും ഇദ്ദേഹത്തിന് ഒരു സുരക്ഷാ കവചമായിട്ട് മാറുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ. അപ്പോൾ യുവനടി പരാതിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ, വസ്ത്രം മാറുവാനായിട്ട് ക്യാരവാനിലേക്ക് കയറിയ ഉടനെ രഞ്ജിത്ത് അകത്തേക്ക് അതിക്രമിച്ച് കയറി വാതിൽ അടച്ചു എന്നതാണ്. ഇത് യാദൃശ്ചികമായിട്ട് നടന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ചെയ്തതെന്നും വ്യക്തമാക്കുന്നതാണ് പുറത്ത് കാവൽ നിന്ന നടി എന്ന ആരോപണം. ഒരു സഹപ്രവർത്തകയ്ക്ക് നേരെ നടക്കുന്ന അതിക്രമണത്തിന് മറ്റൊരു സ്ത്രീ കൂട്ടുനിന്നു എന്നത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളുടെ ഭയാനകമായിട്ടുള്ള ഒരു മുഖമാണ് തുറന്നു കാട്ടുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു. മുമ്പ് പലേരി മാണിക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ബംഗാളി നടിയോട് മോശമായിട്ട് പെരുമാറിയതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു വലിയ ചർച്ചയായിരുന്നു. കൂടാതെ താജ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ ചിത്രങ്ങൾ പകർത്തുവാൻ ശ്രമിച്ചതും ഗേൾ ഫ്രണ്ട് ആയ രേവതിക്ക് ഇത് അയച്ചു കൊടുക്കുവാനാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞതുമൊക്കെ ഇങ്ങനെ നടന്നത് സത്യമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വികലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ സംഭവ വികാസങ്ങളെ വെറുമൊരു ലൈംഗികാതിക്രമ കേസ് മാത്രമായിട്ട് കാണാൻ കഴിയില്ല. ഇത് മലയാള സിനിമയിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെയും കാസ്റ്റിംഗ് കൗച്ച് എന്ന ദുരാചാരത്തിൻ്റെയും ഒരു ചെറിയ അംശം മാത്രമാണ്. രഞ്ജിത്തിനെ പോലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനവും അധികാരവും ഒക്കെ ഉപയോഗിച്ചിട്ട് പുതുമുഖങ്ങളായിട്ടുള്ള സ്ത്രീകളെയും ഒക്കെ ചൂഷണം ചെയ്യുന്നത് പതിവായിട്ട് മാറിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ രഞ്ജിത്തിൻ്റെ മുഖത്തുള്ള ഭാവം ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം ഊരിപ്പോരാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു മുഖഭാവവും പുച്ഛവും ഒക്കെ പ്രകടമായിരുന്നു എന്നുള്ള വിമർശനവും പരക്കെ കേൾക്കുന്നുണ്ട്. ഇത് തികച്ചും തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. രാഷ്ട്രീയക്കാരും സ്വാധീന ശക്തിയുള്ളവരും തനിക്കൊപ്പം നിൽക്കുമെന്ന് ഒരു അഹങ്കാരം പോലെയാണ് ആ ചിരി എന്ന അഭിപ്രായവും ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുമെന്നും ഇത്രയും കാലം ചെയ്തു കൂട്ടിയ അന്യായങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരു മുതിർന്ന നടനെ പരസ്യമായിട്ട് തള്ളിയ ആ സംഭവം മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കില്ല. കലയോടും കലാകാരന്മാരോടും ബഹുമാനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിലിരിക്കാൻ കഴിഞ്ഞു എന്നത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ആ കണ്ണീരും അപമാനിക്കപ്പെട്ട അനേകം സ്ത്രീകളുടെ ശാപവും രഞ്ജിത്തിനെ വേട്ടയാടുന്നു എന്ന് വേണം കരുതാൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരുമെന്ന് പഴഞ്ചൊല്ലിവിടെ അർത്ഥവത്താകുകയാണ്. ഈ കേസ് മലയാള സിനിമയിലെ ഇരുണ്ട ഇടനാഴികളിൽ വന്നിട്ട് ഒരുപാട് മാറ്റത്തിൻ്റെ ഒരു വെളിച്ചമാകട്ടെ എന്നുള്ളത് നമ്മൾക്ക് പ്രത്യാശിക്കാം. പുതുതായിട്ട് വരുന്ന കലാകാരന്മാർക്ക് പേടിക്കാതെ ഈ രംഗത്ത് വന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനെക്കുറിച്ചിട്ട് സംഭവത്തിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുവാനായിട്ട് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ ഒരു ഹൈപ്പും ലൈക്കും കൂടെ കൊടുക്കുവാനും മറന്നേക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.